ഹായ് ഹായ് ഞാനിപ്പോൾ പുഴയിലാണ്. പുഴ വലിയ രീതിയിൽ ഞാൻ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇതൊരു ഉഗ്രരൂപിയൊന്നുമല്ല, എന്നാലും നിലവിൽ സാധാരണ ഉള്ളതിനേക്കാളും വേനൽക്കാലത്തൊക്കെ ഉള്ളത് നല്ലോണം വെള്ളം ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട്. അതിലേ കൂടിയാണ് വെള്ളം ഒഴുകേണ്ടത്. പക്ഷേ ഇതിപ്പം ഫുള്ളായിട്ട് ഇങ്ങനെ വൈഡായിട്ട് ഒഴുകുക. ഞാൻ തുണി അലക്കാൻ വന്നതാണ്. അപ്പം അലക്കാൻ വന്നതാണെങ്കിലും പലപ്പോഴും തുണി അലക്കാൻ വരുമ്പോൾ ഇവിടുത്തെ ഈ ഒരു പ്രകൃതിയും ഈ കല്ലുകളും ഇങ്ങനെ പുഴങ്കല്ലുകളാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കല്ലുകളുണ്ടാവും ഇങ്ങനെ. ഇതിൻ്റെ എല്ലാം ഇവിടെയുള്ള കല്ലുകളെല്ലാം ഒരു പ്രത്യേകതയാണ്. ഒന്നും ഷാർപ്പ് അടിച്ചായിരിക്കില്ല, എല്ലാം ഇങ്ങനെ പല വലിപ്പത്തിൽ. ഇതുണ്ടോ ഓരോ സാധനം ആളെ കേട്ടോ, പാറക്കല്ലായത്, പാറക്കല്ല്. ഒരു പെയിൻറ്റിങ് കൂടെ അടിച്ച് വെച്ച ഒരു ബോളാണെന്ന് തോന്നുന്നു അല്ലേ. അത്ര ഉരുണ്ടിരിക്കുക, ഇത്രയും വലിയ ഹെവി സൈസ് കല്ല് ഇങ്ങനെ ഉരുട്ടി വെച്ചേക്കുക അല്ലേ. എന്തോരാണെന്നറിയാമോ ഇതുപോലത്തെ വലിയ ഹെവി സൈസ് കല്ലുകളും എല്ലാം ഇങ്ങനെ ഉരുണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മളെ വലിയൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്, ഈ പ്രപഞ്ചത്തെക്കുറിച്ചാണത്. ഈ ഉരുണ്ട കല്ലുകൾ സൃഷ്ടിച്ചതാരാ? അങ്ങനെ ഒരു ചോദ്യം നമുക്ക് ചോദിക്കുകയാണെങ്കിൽ, ഈ ഉരുണ്ട കല്ലുകളെ, ഇവിടെ കാണുന്ന ഉരുണ്ട കല്ലുകൾ സൃഷ്ടിച്ചതാരാ? ഇപ്പം പുറത്തുനിന്നൊരു കല്ല് വേറെ കുറച്ച് അപ്പുറത്തേക്ക് മാറിപ്പോയി കാട്ടിലോട്ട് അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ, ഈ പുഴയുടെ പരിധി വിട്ട് അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെയും കല്ലുകളുണ്ട്. അവിടുത്തെ കല്ലുകൾ ഇങ്ങനെ ഉരുണ്ടായിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ ഷേപ്പുകൾ, പല വലിപ്പത്തിൽ, പല ഹെവി സൈസ് ഉണ്ടാവും, ചെറിയ സൈസ് ഉണ്ടാവും അല്ലേ, കുഞ്ഞിക്കണ്ണിത്തരികളുണ്ടാവും, എല്ലാം ഒന്നും പക്ഷേ ഇങ്ങനെ ഉരുണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ഉരുണ്ട കല്ല് ഇങ്ങനെ ഇവിടെയും എന്തൊക്കെയോ ഷേപ്പുകളിൽ, പ്രത്യേകിച്ചൊരു ഷേപ്പ് അല്ലാത്ത ഷേപ്പ് ഉരുണ്ടിട്ടൊന്നും ആയിരിക്കില്ല. എന്തായാലും ഇങ്ങനെ സ്മൂത്തായിട്ട് ഉരുണ്ടിട്ടൊരു കല്ല് അവിടെ കാണത്തില്ല, ഐ മീൻ പുഴയിൽ നിന്ന് കൊണ്ട് ഇട്ടതല്ലാതെ. അപ്പോൾ ഈ ഉരുണ്ട കല്ലുകൾ ഇവിടെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു, അവിടെ അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലുള്ള കല്ലുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ രീതിയിൽ, ഐ മീൻ ഒരു സൃഷ്ടാവ് സൃഷ്ടിച്ച രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഇങ്ങനെ ഓരോ കല്ലുകളും, ഇവിടെ ഇരിക്കുന്ന ഈ കല്ലുകൾ മുഴുവനും ഇങ്ങനെ പല ആകൃതിയിൽ ഉരുണ്ടതായി സൃഷ്ടിച്ചിരിക്കുന്നതും, അവിടെ ഈ തോന്നിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഷേപ്പിൽ, ഒരു ഉദ്ദേശമില്ലാത്ത കുറേ ഷേപ്പുകളിൽ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് എണ്ണമില്ലാത്ത അത്രയും കല്ലുകൾ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നതും, ഈ വ്യത്യസ്തത കൊടുത്തിരിക്കുന്നത് ആരാ? നിങ്ങളെല്ലാവരും അങ്ങനെയാണെന്ന് അറിയില്ല. പൊതുവേ വിശ്വാസം എന്ന ആ ഒരു സംഭവം കൊണ്ട് നടക്കുന്ന വിശ്വാസം, എന്തിൻ്റെ വിശ്വാസമാണെന്ന് വെച്ചാൽ ദൈവം എന്ന ഒരു സിംഗിൾ പോയിന്റിലെ ഒരു ഡയറക്ടറോ എന്താണതെന്ന് അവർക്കും വലിയ ഡെഫിനേഷനൊന്നുമില്ല. രൂപമില്ലാത്ത, കാണാനില്ലാത്ത, കാഴ്ച ഉണ്ടെന്നുള്ള പറയുക, കാഴ്ച ഉണ്ടല്ലേ എല്ലാം കാണുള്ളൂ, കണ്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല, എന്നാലും കാഴ്ചയുള്ള, രൂപമില്ലാത്ത, പിന്നെ ഭയങ്കര ശക്തി, രൂപമോ ഒരു ഷേപ്പോ ഒന്നുമില്ല, പക്ഷെ ഭയങ്കര ശക്തിയായിട്ടുള്ള ഒരു സംഗതിയാണ് ഇത് സൃഷ്ടിച്ചതെന്ന് പറയുന്നത്. അതെന്തിനാ ഇവിടെ ഇങ്ങനെ ഉരുണ്ടിട്ടും അവിടെ അങ്ങനെ സൃഷ്ടിച്ച് വെച്ചേക്കുന്നത്? ഇനി ഞാൻ കാര്യം പറയാം, വെറുതെ കുറേ. ഈ ഉരുണ്ട കല്ലിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ പുഴയാണ്, അല്ലെങ്കിൽ ഈ ഉരുണ്ട കല്ലിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഐ മീൻ ഈ കല്ലുകൾ ചിലപ്പോൾ വലിയ കല്ലുകൾ പൊട്ടി വലിയ ഉരുൾപൊട്ടലിലൊക്കെ പല വർഷങ്ങളിൽ, ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ഇടയിൽ ഏതെല്ലോ വർഷങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞും പൊട്ടിയെന്നെറിഞ്ഞും പുഴയിലൊഴുകിയും പുഴയുടെ ഫോഴ്സിനകത്തും ഒക്കെ ഇവിടെ വന്ന് ചേർന്ന് ഇങ്ങനെ പൊട്ടി എങ്ങനെയൊക്കെയോ കുറേ കല്ലുകൾ ഇവിടെ ഉണ്ടായി. ഇതെല്ലാം ഉരുണ്ടിരിക്കുന്നതിന് കാരണം, അങ്ങനെ ഒരു കല്ലിനെ ഇവിടെ സൃഷ്ടിച്ചത് ഈ ഒഴുകുന്ന വെള്ളമാണ്, ഈ പുഴയാണ്. ഈ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഫ്ലോയാണ്. ആ ഫ്ലോയുടെ തഴക്കത്തിൽ, ആ ഫ്ലോ വെള്ളം ഒഴുകിയാൽ അതിങ്ങനെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് വർഷങ്ങൾ ഇതിങ്ങനെ തഴുകി പോകുമ്പോൾ, ആ തഴുക്കിൽ എന്താ പറയുക, ആ ഒരു വെള്ളം ഒഴുകുന്നതിൻ്റെ ആ ഒഴുക്ക് ആണ് ഇതിനെ ഇങ്ങനെ മയപ്പെടുത്തി ഇങ്ങനെ ഉരുണ്ട ഒരു ആകൃതിയിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ചിലപ്പം ഇതിന് മുന്നേ ഈ ഒരു രൂപത്തിൽ ഇങ്ങനെ ആവാൻ തുടങ്ങുന്നതിന് മുന്നേ, ആ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സമയത്ത് ഇത് ഷാർപ്പ് എഡ്ജുള്ള, പിന്നെ മുറിയുന്ന കട്ടി രീതിയിലുള്ളൊരു രൂപമുള്ളൊരു സ്ക്വയർ ഷേപ്പിലുള്ളൊരു കല്ലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത് ആ സമയം, അപ്പോൾ ഈ ഉരുളൽ പ്രക്രിയ ആരംഭിക്കുന്നതിന് മുന്നേ. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇങ്ങനെ ആയത് ഇങ്ങനെയാണ്. അപ്പം ഒരു കല്ലിൻ്റെ കാര്യം ആണ് ഇങ്ങനെ എന്ന് പറയുമ്പോൾ, അതായത് അപ്പം ഇവിടെ ഈ കല്ലിനെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ ഒരു ബാഹ്യശക്തി, ഒരു അത്ഭുത ശക്തിയുടെ ഒന്നും കഴിവല്ല ഇവിടെ സംഭവിച്ചത്, ഇവിടെ പ്രാവർത്തികമായത്. ഇവിടെ ഈ പുഴയുടെ ആ വെള്ളത്തിൻ്റെ ഒഴുക്കാണ്. ആ വെള്ളത്തിന് പ്രത്യേകിച്ച് ഒരു അത്ഭുത കഴിവോ, വെള്ളത്തിനൊരു ദൈവിക ശക്തിയൊന്നുമില്ല. പക്ഷെ ഒരു ദൈവിക ശക്തിയും ഇല്ലാത്ത, ശരിക്കൊരു ജീവൻ പോലും ഇല്ലാത്ത ഒരു വെള്ളത്തിന് ഈ കല്ലിനെ ഇങ്ങനെ ആക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ സൃഷ്ടിക്കാൻ കഴിയും. പിന്നെ വേറൊരു കാര്യം, അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാം വർക്ക് ചെയ്യുന്നത്.
ഈ അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉണ്ടായി എന്ന് പറയുന്നതിനേക്കാൾ സുഖം ഇത്തരത്തിലുള്ള കല്ലുകളും കാര്യങ്ങളൊക്കെ. ഇതിനൊന്നും ജീവനൊന്നും, നമ്മൾ ജീവനിലേക്ക് പിന്നെ വരാം. അതിനു മുന്നേ ജീവനല്ല. ഇപ്പോൾ ഈ കല്ലിനോ ഈ വെള്ളത്തിനോ ഒന്നും ഒരു എന്നെപ്പോലൊരു കോൺഷ്യസ് മൈൻഡോ ജീവനോ ഇല്ല. അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നു. നമ്മളായാലും ഇതായാലും ഇതിനെല്ലാം ഇതിൻ്റേതായ ഒരു ശക്തിയുണ്ട്. ഇപ്പോൾ വെള്ളത്തിന് വെള്ളത്തിൻ്റേതായ ഒരു സ്വഭാവമുണ്ട്, വെള്ളത്തിൻ്റേതായ ഒരു ശക്തിയുണ്ട്. അതിൻ്റെ എന്താ പറയുക, മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് പോകുമ്പോൾ H2O എന്നുള്ള ആ ഒരു കെമിക്കൽ കോമ്പൗണ്ട് അവിടെ വരും. അങ്ങനെയൊക്കെയാണോ അതിന് പറയുക, ആറ്റോമിക് കോമ്പൗണ്ട് ഒരു, അതായത് H2O H2O അതെ, അങ്ങനെ ബേസിക് എനിക്ക് അത്ര അറിയത്തുള്ളൂ. എന്നാൽ ആ ഒരു H2O സംയുക്തമാണ് വെള്ളത്തുള്ളി സൃഷ്ടിക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തുള്ളിയുടെ ആ ഒരു സ്വഭാവം, ശക്തി, ഇത് വെള്ളം എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഉറ്റിച്ച് വീണ ഒരു തുള്ളി വീണാൽ അതിനൊരു ശക്തിയില്ല സാധനം. പക്ഷേ അതിങ്ങനെ എത്ര ലക്ഷക്കണക്കിന് ലിറ്ററുകൾ ഒന്നിച്ചൊഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊരു മാസീവ് ശക്തി വരും. ആ ശക്തിയുടെ ഇതിന് തഴുക്കത്തിൽ കല്ലുകൾ വരെ ഉരുണ്ടു വരും. അതായത് കട്ടിയുള്ള പാറക്കല്ല് ഉരുണ്ടു വരും. അപ്പം എന്തോരം ഫോഴ്സ് അവിടെ ഉണ്ട്. അതൊക്കെ പ്രപഞ്ചത്തിൻ്റെ ഫോഴ്സുകളെ വെച്ച് നോക്കുമ്പം വളരെ ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. അപ്പം ഇത്തരത്തിലുള്ള പലതരം, ഇപ്പോൾ വെള്ളം ഉണ്ടായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിനും ഇതുപോലെ മറ്റൊരു ഫോഴ്സിൻ്റെ മറ്റൊരു തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റിൻ്റെ ഒരുപാട് ഇൻസിഡൻറ്റുകളുടെ കാരണം അതിനുണ്ട്. അതായത് ഈ കല്ല് ഇങ്ങനെ തഴഞ്ഞു വന്നോ എന്ന ഒരു കല്ലിന്, ഒരു കട്ടിയുള്ള കല്ല് ഒരുവിധ മോട്ടോറൈസ്ഡ് ശക്തികളോ അങ്ങനെ ഒന്നുമില്ലാതെ വെറും വെള്ളം അതിനെ തഴുക്കി ഉരുണ്ട് ഇരിക്കണമെങ്കിൽ കാലം എത്രത്തോളം പഴയതായിരിക്കും ആ കല്ലിന്. അപ്പോൾ എത്രത്തോളം കാലം എടുത്താണ് അതങ്ങനെ സംഭവിച്ചത്. അപ്പോൾ പിന്നെ ഒരു കല്ല് അങ്ങനെ ഉരുളാൻ പറ്റുമെങ്കിൽ അങ്ങനെ എന്തെല്ലാം സംഭവിച്ചുകൂടാ. അങ്ങനെയാണ് ഈ വെള്ളം. ഇപ്പോൾ വെള്ളം ഇപ്പം ഭൂമി ഇതിനൊക്കെ വലിയ വലിയ സ്കെയിലിലേക്ക് പോകുമ്പോൾ വലിയ സൂപ്പർനോവ പൊട്ടിത്തെറികൾ, സ്റ്റാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ 4 കമ്പള സ്റ്റാറല്ല, വലിയ ഗ്രഹങ്ങളുടെ എന്താ പറയുക, അതിൻ്റെ ഡെഡ് ആവുന്ന സ്റ്റേജിൽ, അതിൻ്റെ ലാസ്റ്റ് സമയത്ത് ഉണ്ടാകുന്ന എക്സ്പ്ലോഷനിൽ മാരകമായ എനർജിയാണ് പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ എനർജിയുടെ പൊട്ടിത്തെറിയിൽ നടക്കുന്ന പലതരം കോമ്പിനേഷനുകളും അതായത് അറ്റോമിക് ലെവലിലുള്ള കോമ്പിനേഷനുകളാണ് പുതിയ മെറ്റീരിയലുകൾക്ക് ജന്മം കൊടുക്കുന്നത്. പുതിയ തരം അതിൻ്റെ ഒരു ലക്ഷ്യമോ ആ പൊട്ടിത്തെറിക്കുന്നതിന് അങ്ങനെ ഒരു ലക്ഷ്യമോ ഒന്നുമില്ല. അതായത് ഈ വെള്ളത്തിന് ഇങ്ങനെ ഒരു കല്ലിനെ ഉരുട്ടിയെടുക്കണമെന്നുള്ള ലക്ഷ്യത്തിലൊന്നുമല്ല ഇത് ഒഴുകുന്നത്. പക്ഷേ ആ ഒഴുകുന്ന പോക്ക് ആ ഉരുളലിന് കാരണമാകുന്നതാണ്. എന്ന് പറയുന്നത് പോലെ വലിയ സൂപ്പർനോവ പൊട്ടിത്തെറികളൊക്കെ, വലിയ എക്സ്പ്ലോഷനുകൾ നടക്കുമ്പോൾ അതിൽ പല തരത്തിലുള്ള പല സ്വഭാവങ്ങളുള്ള ഈ ആറ്റോമിക് കണികകൾ എക്സ്ട്രീം ഫോഴ്സിൽ ഒന്നിക്കുമ്പോൾ അവിടെ പുതിയ മെറ്റീരിയലുകൾക്ക് ജന്മം നൽകും. അവിടെ പുതിയ മെറ്റീരിയലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിലവിലുള്ള മെറ്റീരിയലുകളുടെ സ്വഭാവമുള്ള മെറ്റീരിയലുകൾ തന്നെ ആവാം. അത് ഈ എന്തെല്ലാം സ്വഭാവത്തിലുള്ള അറ്റോമിക് കണികൾ തമ്മിൽ കമ്പൈൻഡ് ആവുന്നു, അല്ലെങ്കിൽ ഒന്നിച്ച് പൊട്ടിത്തെറിക്കുന്നു, എത്ര വലിയ ഫോഴ്സ് ഉണ്ടാകുന്നു, അതിൻ്റെ എല്ലാം ഒരു എന്താ പറയുക, അതിൻ്റെ എല്ലാം സ്കെയിലുകൾ ഓരോ മെറ്റീരിയലുകളുടെ സ്വഭാവത്തിന് അല്ലെങ്കിൽ പുതിയ മെറ്റീരിയലുകളുടെ ജന്മത്തിന് കാരണമാകും. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള മെറ്റീരിയലുകളാണ് നമ്മുടെ പ്രപഞ്ചത്തിൽ മുഴുവനുള്ളത്. അത് ഒരിക്കൽ തുടങ്ങിയതോ, ഈ ഒരു ചേഞ്ച്, അതായത് ഇത്തരം പൊട്ടിത്തെറികളും ഇത്തരം ഒഴുക്കുകളും ഒരിക്കൽ തുടങ്ങിയതും ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം തുടങ്ങണം എന്ന് പറയുന്നത് വളരെ ഒന്നുമില്ലായ്മയല്ല. ഈ എക്സ്ട്രീം ഫോഴ്സിൻ്റെ അതായത് ശക്തിയുടെ എക്സ്ട്രീം ലെവലിലുള്ള സംയോജനങ്ങളും പൊട്ടിത്തെറികളും ഉണ്ടാവും. പക്ഷേ ഒന്നുമില്ലാത്ത അവസ്ഥ ഇല്ല. കാരണം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഒന്നുമില്ലായ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഒന്നും ഉണ്ടാവില്ല. ഇനി ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവണം, അതിന് സൃഷ്ടാവ് വേണം എന്നാണെങ്കിൽ ഈ സൃഷ്ടാവിനും ഉണ്ടാവാനൊരു സമയം വേണം, സൃഷ്ടാവ് ഉണ്ടാവാനൊരു കാരണം വേണം. അത്രയും ബുദ്ധിയും കഴിവുമൊക്കെ ഉള്ള ഒരു സൃഷ്ടാവിൻ്റെ ഒരു ബോഡി പോലും ഇല്ലാത്ത ഒരു ശക്തി തന്നെ അങ്ങ് നിന്നിട്ട് എല്ലാം ഉണ്ടാക്കി എന്ന് പറയുന്നതിനേക്കാൾ ലോജിക്കലാണ് ഈ ജീവനോ ബുദ്ധിയോ ഒന്നും ഇല്ലാത്ത കുറേ മെറ്റീരിയലുകൾ പ്രപഞ്ചത്തിൽ ഇങ്ങനെ പല സമയങ്ങളിൽ പല ഫോഴ്സുകളിൽ ട്രില്യൺസ് ഓഫ് ഇയേഴ്സിൻ്റെ കാലഘട്ടത്തിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള വലിയ പൊട്ടിത്തെറികളും ചെറിയ മാറ്റങ്ങളും ഇങ്ങനെ മാറ്റങ്ങളുടെ അനന്തമായ ഒരു ഒഴുക്കാണ് പ്രപഞ്ചം, മാറ്റത്തിൻ്റെ. അതെന്നും മാറിക്കൊണ്ടിരിക്കും. ആ മാറ്റം എന്നതിന് ഒരു മാറ്റവും ഇല്ല താനും. അതാണ് ശരിക്കും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടാവ്, ജീവൻ്റെ സൃഷ്ടാവ് എല്ലാം ഈ മാറ്റമാണ്. ഈ മാറ്റം അത് ഏത് രീതിയിൽ വേണേലും സംഭവിക്കാം. അത് സംഭവിക്കുന്ന സ്ഥാനത്തിനും അതിൽ ഉൾപ്പെടുന്ന
മെറ്റീരിയലുകളുടെ സ്വഭാവങ്ങൾക്കനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന മാറ്റം വ്യത്യാസപ്പെട്ടിരിക്കും. അതിനെ അപേക്ഷിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടായ മാറ്റത്തിലുണ്ടായ മാറ്റങ്ങളിൽ ഒന്നാണ് ജീവൻ്റെ കണികയും പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടായ അതിന് പിൽക്കാലത്ത് ഉണ്ടായ എവല്യൂഷനും. ജീവൻ്റെ കണിക ഒന്നുണ്ടായതായിരിക്കില്ല. ഈ പറഞ്ഞ പോലെ ഇത്രയും കല്ലുകൾ ഒഴുകി റൗണ്ടായി എന്ന് പറയുന്നത് പോലെ ഇപ്പോഴല്ലാത്ത ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതിയിലല്ലാത്ത ഒരു ഭൂമിയുടെ ഒരു സ്റ്റേജും പല കാലങ്ങളിലുണ്ടായി, പല സ്റ്റേജുകളുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഏതോ ഒരു സ്റ്റേജിൽ ഒരു ജീവൻ കണിക ഉണ്ടാവാൻ ജീവൻ്റെ കണികകൾ ഒരുപാട് ഉണ്ടാവാൻ സാധ്യമായ തരത്തിൽ ഉള്ള ഒരു ഫോർമേഷൻ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആ സാഹചര്യമാണ് ജീവൻ്റെ ഉൽപ്പത്തിക്ക് കാരണം. ആ ജീവൻ്റെ ഉൽപ്പത്തിക്ക് കാരണം അതിൻ്റെ ഇത് സമയം എന്ന് പറയുന്നത് ഒരിക്കലും പ്രപഞ്ചത്തിന് സമയമില്ല. പ്രപഞ്ചത്തിന് എന്താ പറയുക, ഒരു കാലം പഴക്കമില്ല. ഇതൊരു അനന്തമായ കാലമാണ്. അതായത് അനന്തമായ കാലത്ത് ഈ അനന്തതയിൽ എന്തും സംഭവിക്കും, എന്തോരം വേണേലും സംഭവിക്കാം. അങ്ങനെയുള്ള സംഭവങ്ങളിൽപ്പെട്ട ഒരു സംഭവം തന്നെയാണ് നമ്മളെല്ലാവരും. നമ്മളെന്ന് പറയുന്നത് വളരെ ചെറിയൊരു കണിക മാത്രമാണ് പ്രപഞ്ചത്തിന്, ഒന്നും അല്ലാത്തൊരു കണികയാണ്. പിന്നെ കോൺഷ്യസ്നെസ് ഉണ്ടായി, ഇതൊക്കെ റയർ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഈ ജീവൻ എന്ന മെറ്റീരിയൽ, അല്ലെ ജീവൻ എന്ന ആ ഒരു പവർ എന്ന് പറയുന്നത് വളരെ റയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ലാണ്ട് എപ്പോഴും സംഭവിക്കുന്നതല്ല. ഇപ്പോൾ കല്ല് പോലെ മണ്ണ് പോലെയുള്ള ഒരു സംഭവമല്ല ജീവൻ. ഇപ്പം സ്വർണം, എല്ലായിടത്തും സ്വർണ്ണമാണെങ്കിൽ അതിൻ്റെ വാല്യൂ ഇല്ല. സ്വർണ്ണത്തിൻ്റേതായ ഒരു കഴിവുണ്ട്, അതിൻ്റേതായ മെറ്റീരിയൽ പവർ ഉണ്ട്. വജ്രം എന്നൊക്കെ പറയുന്നത് അത്രയും എക്സ്ട്രീം ഫോഴ്സിലുണ്ടാകുന്ന ഈ ഇടിമിന്നലും സ്ട്രൈക്കൊക്കെയാണ് അത് ഉണ്ടാക്കുന്നത്. അതും വളരെ റെയറായിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ റെയറായിട്ട് ഉണ്ടാകുന്നതിന് കാരണം ഒരു സംഗതി, അല്ലെങ്കിൽ ഭയങ്കര പവിത്രമായിട്ടുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ ഭയങ്കര ശക്തിയുള്ള ഭയങ്കര കഴിവുള്ള ഒരു സംഗതി ഉണ്ടാവാൻ ഒരു സൃഷ്ടാവ് ഉണ്ടാവണമെന്നില്ല. അതിനും ഇത്തരത്തിലുള്ള പ്രപഞ്ചത്തിലെ പല സമയങ്ങളിലുണ്ടാകുന്ന വ്യത്യസ്തതരമായ ഇത്തരം ഫോഴ്സുകൾ അതിനും കാരണമാകും. അതെപ്പോഴും സംഭവിക്കണമെന്ന് ഇല്ല. അതുകൊണ്ടാണ് പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന എല്ലാ ഗ്രഹങ്ങളിലും ഒന്നും ജീവനില്ലാത്തത്, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. ചിലപ്പോൾ ഉള്ളതും ഉണ്ടാവാം, ഉള്ളത് ഉറപ്പായിട്ടും ഉണ്ടാവാനുള്ള സാധ്യതയാണുള്ളത്. കാരണം അത്രയും വിശാലമാണ് പ്രപഞ്ചം. അതിരുകളില്ലാത്ത അത്രയും വിശാലമായ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയേക്കാൾ 10,000-കണക്കിന് വലിപ്പം ഉള്ള 10,000-കണക്കിന് ഞാൻ ഈ നമ്പറുകളൊന്നും ആ ഒരു ലെവലിൽ മാത്രം എടുക്കണ്ട. നമുക്ക് അനന്തതയാണ് ആ നമ്പറുകളെല്ലാം, അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ അനന്തമായ അത്രയും അനന്തതയിൽ അനന്തമായ എണ്ണത്തോളം അത്രയും ഗ്രഹങ്ങൾ, ഭൂമിയേക്കാൾ 10,000-ഉം ലക്ഷവും കോടിയും മടങ്ങ് വലിപ്പമുള്ള ഗ്രഹങ്ങൾ അത്രയുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ജീവൻ മറ്റൊരു തരത്തിൽ ഇതിനേക്കാളുമൊക്കെ നമ്മളെക്കാളുമൊക്കെ എക്സ്ട്രീം വേറെ തരത്തിലുള്ള ജീവനുകൾ, എവറസ്റ്റിൻ്റെ വലിപ്പമുള്ള ജീവൻ എന്തും ഉണ്ടാവാം. ഇതൊന്നും നമുക്ക് കാണാൻ പറ്റാത്തത് നമ്മൾ അത്രയും ചെറിയൊരു ടൈനി ഡോട്ട് എന്ന് പറയുന്ന ഒരു ഭൂമി എന്ന് പറയുന്ന ഒരു കുഞ്ഞു കടുകാണ് പ്രപഞ്ചത്തിൽ. ഒരു കടുകിൻ്റെ അത്രയും പോലും ഇല്ല. ആ കടുകിൻ്റെ ഒരു ഉള്ളിലെ ഒരു സാധനം, ഒരു പ്രാണി, എന്താ പറയുക, ഒരു ആറ്റമാണ്, ഒരു തന്മാത്രയുടെ അത്രയുമേ നമുക്കതിനെ നമ്മുടെ ശരീരത്തെയൊക്കെ പ്രപഞ്ചത്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും പോലും പറ്റില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്നൊക്കെ പറയുന്ന ആ ഒരു കുഞ്ഞു കഥയെ, പിന്നെ കുറേ കുഞ്ഞു മനുഷ്യനെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള വളരെ ബാലിശികമായിട്ടുള്ള ലോജിക്ക് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കെട്ടുകഥകളിലെ ദൈവങ്ങളൊന്നും അല്ല സുഹൃത്തുക്കളെ ഈ പ്രപഞ്ചം. അതിനേക്കാളുമൊക്കെ വലിയ പവറാണ് സത്യത്തിൽ പ്രപഞ്ചത്തിന്. ഈ നിങ്ങളീ കാണിക്കുന്ന ഈ കുഞ്ഞ് മനുഷ്യൻ്റെ കൈയും കാലും ഒക്കെ ഉള്ള ഭയങ്കര ഇങ്ങനെ സുന്ദരനും സുമുഖനുമായിട്ടുള്ള ഈ പുള്ളിയൊക്കെ വെറും കുഞ്ഞ് മനുഷ്യൻ്റെ കുഞ്ഞ് തലച്ചോറിലെ കുഞ്ഞ് ആശയമാണ്, ക്യാരക്ടറാണ്. അതിനൊന്നും ഈ ഭൂമിയിൽ പോലും അതിനൊന്നും ഭൂമിയുടെ വലിപ്പത്തെ പോലും അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആ ശക്തിനെയൊന്നും അത്രയും ലോ ആണ് നിങ്ങളുടെയൊക്കെ ഈ സൃഷ്ടിയിലെ, നിങ്ങളുടെയൊക്കെ കഥകളിലെ ദൈവത്തിൻ്റെയൊക്കെ ഇമാജിനേഷണൽ പവർ പോലും ഈ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൽ ഒന്നുമല്ല അതൊന്നും. ബൈ.